എന്താ പുറത്ത് നിക്കണേ? ഇരിക്കേ. നമ്മളെ സാമ്യാട്ടിൽ വന്നില്ലല്ലോ. ആളിപ്പോ വരും. ഇരിക്കേ. ആ സാമ്യാട്ട് വന്നല്ലോ. എന്താ പല ചായ റെഡി. എനിക്ക് ചായ ഇപ്പൊ സാമി കുടിക്കേ. നന്നാവും. അബുവേ സാമീനെ കാണാലോ, സാമീനെ കാണാലോ എന്നിട്ട് ഗംഭീര കരച്ചിലായിരുന്നു. ഞാനിന്നലേ പക്കറിന്റെ മോളെ കല്യാണത്തിന് പോയിരുന്നു. അവിടെയും കണ്ടില്ല, ഇന്ന് രാവിലെ ഇവിടെയും കണ്ടില്ല. അത് കാരണം നോക്കി നിന്നിരുന്ന. ഞാൻ വന്നിരുന്നു, ഭക്ഷണം കഴിച്ച് ഞാൻ അങ്ങോട്ട് പോണു. ഏട്ടാ ഒരു ചായ. ആ കല്യാണത്തിനായില്ലേ? ഞാനും ഒന്ന് നടന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ, ബാലേട്ടൻ കണ്ടില്ലല്ലോ. നീ അതിന് അവിടെ അധികം നേരം നിൽക്കോ? നീ പോയിട്ട് പോകുന്നില്ലേ? സാധനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്താ അവിടെ നിൽക്കുക? എന്തായിരുന്നു ഇന്നലെ ഒരുക്കങ്ങള്, പാട്ടും ബഹളവും ഡാൻസും. പണ്ടത്തെ കാലമാണോ ഇപ്പോഴത്തെ കല്യാണം? എന്താ പറയാ. എന്റെ സ്നേഹിതൻ മുത്തുന്റെ കല്യാണത്തിനെ ഒപ്പം നിന്ന് ധൈര്യം കൊടുത്തവരാ ഞാൻ. എന്റെ കല്യാണം ഉണ്ടല്ല അന്ന് നാട്ടുകാർ നടത്തി മുറിക്കാനും പന്ത്രടാനും എല്ലാത്തിനും നാട്ടുകാരാ. ഇക്കാലുണ്ടല്ല. ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം നടക്കുന്നില്ലേ, പെണ്ണിനും ചെക്കനും അടക്കം അവര് കൊണ്ടുവരും. നിങ്ങറിയില്ലേ? അതാണ് ഇവന്റ് മാനേജ്മെന്റ്. കാലൊക്കെ മാറി. അന്നൊക്കെ അതിന് എവിടെയാണ്ട ഇന്നത്തെ പോലെ ഈ പണത്തിന്റെ ഒക്കെ കൊഴുപ്പുള്ളത്. സ്നേഹം, സാഹോദര്യം, തമ്മിലുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഇതൊക്കെ ഒരു കാലം വേറെയല്ലേ. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ വല്ലതും അറിയോ? എന്റെയൊക്കെ കല്യാണം കഴിക്കുന്ന കാലത്തെ കാശില്ലാണ്ട് ചായക്കുറി നടത്തിയിട്ടാണ് കല്യാണം കഴിച്ചിരുന്നത്. അതിനിപ്പോഴേ ആരെങ്കിലും കാശ് ഇല്ലാണ്ടിരിക്കേണ്ട. ഈ കാശില്ലെങ്കിലാ ലോൺ എടുത്തിട്ട് കല്യാണം കഴിക്കും. അതാണ്. എന്നിട്ട് എന്താ, പന്തലഴിക്കുന്നതിന് മുമ്പ് ജപ്തിക്കാര് വരും, പിന്നെ എല്ലാം സ്വാഹ. പണത്തിന് മേലെ പരുന്തും പറക്കലിടോ. അതെ പറയട്ടെ, ചായ ഇനി നിനക്കുള്ള ചായ അടുത്ത ആഴ്ച.